എല്ലാവർക്കും +1 എക്കണോമിക്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് സ്കാറ്റർ ഡയഗ്രാംസിനെ കുറിച്ചിട്ടായിരുന്നു. എന്നാൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷനെ കുറിച്ചിട്ടാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ശ്രദ്ധയോടെ ശ്രവിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്ക് മനസ്സിലാവാതിരിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ള, ഡൗട്ട് കൂടുതലാവാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുക, എങ്ങനെയാണ് ചെയ്യുക, പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് എന്താണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ്, അതിനുമായി ബന്ധപ്പെട്ട ചില പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് നമുക്കൊന്ന് ആദ്യം പറയാം. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ, അതിന് പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ എന്നും അതുപോലെ തന്നെ സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഏത് പേരിലൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. അതിലിപ്പോൾ ഒന്ന് വേണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ഉണ്ടാവും, അതാണ് അതിൻ്റെ ഉത്തരം. അതിൽ ചിലപ്പോൾ ഇതില്ലാതെ സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നുള്ള പേരാണ് ഓപ്ഷനിലുണ്ട് എങ്കിൽ അതാണ് അതിൻ്റെ ഉത്തരം. അവർ രണ്ട് പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ സിഗ്മ വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ കാണാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരങ്ങൾ, സാധ്യതകൾ ഏതൊക്കെയാണ്? ഒന്ന് -1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പ്ലസ് വരുന്ന ഉത്തരങ്ങളായിരിക്കും. 1, 2, 3, 4 അഥവാ അതിൻ്റെ കൂടെ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, 0-നേക്കാളും കൂടുതലും 1-നേക്കാൾ കുറവായിട്ടുള്ള അഥവാ 0.5 അങ്ങനെയൊക്കെ ആയിരിക്കും. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ഇത് 0-നേക്കാൾ കൂടുതലാണ്, ഇത് 0.5 എന്ന് പറയുന്നത്, എന്നാൽ 1-നേക്കാൾ കുറവാണ്. അങ്ങനെ 0.5, 0.6, 0.1 എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന 1-നേക്കാൾ കൂടുതലോ 1-നേക്കാൾ കുറവ് ആയിരിക്കും. അല്ലെങ്കിൽ 0-നേക്കാളും കുറവും അതുപോലെ തന്നെ 1-നേക്കാൾ കൂടുതലുമായിട്ടുള്ള -0.7, -0.8 എന്നൊക്കെ വരികയാണ് എങ്കിൽ അതിനെന്താണ് പറയുക, ഒന്നാം നോക്കുക. -1 ആണ് വരുന്നതെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അതിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ സ്കാറ്റർ ഡയഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അടുത്തത് 0 ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നോ കോറിലേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ പ്ലസ് ആണ് ഉത്തരം വരുന്നതെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. എന്നാൽ 0-നേക്കാൾ കൂടുതലോ 1-നേക്കാൾ കുറവോ ആണ് എങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. നേരെ തിരിച്ച് 0-നേക്കാൾ കുറവും 1-നേക്കാൾ കൂടുതലോ ആണ് എങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അങ്ങനെയാണ് വ്യത്യസ്ത അളവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പ്രോബ്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ബോർഡിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്കറിയാം, കോറിലേഷൻ ആയാലും ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, രണ്ട് ഡാറ്റകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളിന് പേരാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ സ്കാറ്റർ ഡയഗ്രാം മുഖേന നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ മുഖേന എങ്ങനെയാണ് രണ്ട് ഡാറ്റകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ഇവിടെ എക്സ് വൈ തന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്ത് മനസ്സിലാക്കാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ടേബിളുകൾ ഉണ്ടാക്കണം. എന്തൊക്കെ ടേബിളിൻ്റെ പേര്? ഒന്നാമത്തെ ടേബിള് എക്സ് എന്നുള്ള പേരിലാണ്. എക്സ് എന്നുള്ളൊരു ടേബിൾ ഉണ്ടാക്കണം. അത് എക്സ് എങ്ങനെ കാണാമെന്ന് ഞാൻ പറയാം. അടുത്തത് എക്സ് സ്ക്വയർ വേണം. എക്സ് സ്ക്വയർ മാറിപ്പോരുത്, എക്സ് സ്ക്വയർ വേണം. അതേമാതിരി നമ്മൾ എക്സിൻ്റെ വിഷയം പറഞ്ഞ മാതിരി എന്ത് വേണം, വൈ ഉണ്ടാക്കണം. അതുപോലെ തന്നെ വൈ സ്ക്വയർ വേണം. വൈ സ്ക്വയർ വേണം. അതേപോലെ തന്നെ അവസാനത്തത് എക്സ് വൈയും വേണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറച്ച് ടേബിളുകൾ ആദ്യം നിർമ്മിച്ചെടുക്കണം. ഒന്ന് എക്സ്. എക്സ് എങ്ങനെ കാണാം, എക്സിൻ്റെ സമവാക്യം ഞാൻ ഇവിടെ ചെയ്ത എക്സ് മൈനസ് എക്സ് ബാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടാൻ പറ്റും. എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്തായിരിക്കും, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇനി വൈ എങ്ങനെ കാണാം, നേരത്തെ കണ്ട പോലെ തന്നെ വൈ മൈനസ് വൈ ബാർ
കണ്ടു കഴിഞ്ഞാൽ y കിട്ടും. അതുപോലെ തന്നെ ഇനി y സ്ക്വയർ എങ്ങനെ കാണാം? y മൈനസ് y ബാർ ഹോൾ സ്ക്വയർ. അടുത്തത് എക്സ് വൈ കാണാം എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാറും ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ കിട്ടും. അഥവാ ഈ എക്സും വൈയും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ കിട്ടും. ഇനി നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഈ ഒന്നാമത്തെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എക്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്ത് വേണം? എക്സ് ബാർ ഉണ്ടാക്കണം. എന്താണ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഇവിടെ എഴുതി തരാം. ജസ്റ്റ് ഒന്ന് എഴുതി തരാൻ കാണിച്ചു തരാം. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എക്സ് ബാർ എന്താ? മീനാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മീൻ. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണോ, ഡിസ്ക്രീറ്റ് സീരീസ് ആണോ, കണ്ടിന്യൂസ് സീരീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് ആണ്. കാരണം എന്താ? എക്സ് വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ എക്സ് എഫ് എന്നാണ് പറയണമെങ്കിൽ അത് ഈ ഡിസ്ക്രീറ്റ് സീരീസ് ആയി. കണ്ടിന്യൂസ് സീരീസിൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഉണ്ടാവും. ഇത് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും തരാത്തതുകൊണ്ട് കണ്ടിന്യൂസ് സീരീസ് അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് എക്സ് എഫ് ആണ് തരുന്നതെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഇതിൽ എക്സ് വൈ ആണ് തരുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് ആണ്. എക്സ് വേറെ വൈ വേറെ. നമുക്ക് എന്ത് തന്നിട്ടില്ല? ഫ്രീക്വൻസി അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കാണുന്നതാണ് എക്സ് ബാർ എന്ന് പറയുന്ന എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളത് എക്സ് ബാർ എങ്ങനെ കാണാം? സിഗ്മ എക്സ് ബൈ എൻ എന്നാണ്. സിഗ്മ എക്സ് ബൈ എൻ എന്നാണ്. എങ്ങനെ സിഗ്മ എക്സ് കിട്ടുക? ഇതിൻ്റെ ടോട്ടൽ കാണാം. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. സിഗ്മ എക്സ് ഈക്വൽ ടു 400 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് ഈക്വൽ ടു 400 എന്ന് ഉത്തരം കിട്ടി. അതേമാതിരി എന്താണ്? അപ്പോൾ സിഗ്മ എക്സ് എത്ര കിട്ടി? 400 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ എണ്ണം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ഈക്വൽ ടു 400 ഡിവൈഡ് ബൈ 10 40. ഓക്കെ, അപ്പോൾ എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? എക്സ് ബാർ ഓൾറെഡി കിട്ടിയല്ലോ. അപ്പോൾ എങ്ങനെ അടുത്ത പ്രോബ്ലം ചെയ്യാം? എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്നത് ഇതാ എക്സ് എത്രയാണ്? 46. 46 മൈനസ് 46 മൈനസ് എക്സ് ബാർ എത്ര കിട്ടി? 40 ഈക്വൽ ടു 46 നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 46 നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം 6. ഓക്കെ, അടുത്തത് എങ്ങനെ കാണാം? 33 മൈനസ് 40 ഈക്വൽ ടു 33 നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? -7. ഓക്കെ, അടുത്ത് 41 മൈനസ് 40. 41 മൈനസ് 40 എത്രയാണ്? ഈക്വൽ ടു 1. അപ്പോൾ ഓരോന്ന് എഴുതുകയാണെങ്കിൽ -2 -4 5 -6 -3 10 0. ഓക്കെ, അത് നമുക്കിങ്ങനെ ഉത്തരം കിട്ടി. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്ത ടേബിൾ ഉണ്ടാക്കുക. 6ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം? 6 എന്ന് സെർച്ച് ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യും? സ്ക്വയറിൻ്റെ ചിഹ്നം കാണും. അപ്പോൾ 6 എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ എന്ത് ചെയ്യുക? സ്ക്വയറിൻ്റെ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. അങ്ങനെ 6ൻ്റെ സ്ക്വയർ കിട്ടി 36 കിട്ടാൻ ഒരു സിമ്പിൾ വർഗ്ഗം കൊണ്ട് 6 × 6 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടും. അപ്പോൾ 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. അപ്പോൾ ഇവിടെ -7 എന്നാണ് ഇട്ടിരിക്കുന്നത്. -7ൻ്റെ സ്ക്വയർ കാണുകയാണെങ്കിൽ 49 തന്നെയാണ്. പക്ഷേ മൈനസ് അവിടെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നില്ല. അടുത്തത് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16. 16. അടുത്തത് 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 3ൻ്റെ സ്ക്വയർ 9, 10ൻ്റെ സ്ക്വയർ 100, 0ൻ്റെ സ്ക്വയർ 0. ഓക്കെ, നമുക്ക് അങ്ങനെ കിട്ടി. ഇനി അടുത്തത് y. അവിടെ y എന്നുള്ളത് കാണാൻ എന്താ ഇക്വേഷൻ? എന്താ? y മൈനസ് y ബാർ എന്നാണ്. y മൈനസ് y ബാർ ഇങ്ങനെ കാണാം. y ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. y ബാർ കാണണം. നേരത്തെ നമ്മൾ എക്സ് ബാർ കണ്ട പോലെ തന്നെ y ബാർ കാണാം. y ബാർ ഈക്വൽ ടു സിഗ്മ y ഡിവൈഡ് ബൈ n. സിഗ്മ y എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എങ്ങനെയായിരുന്നു? നമുക്ക് ഇതിൻ്റെ മൊത്തം ടോട്ടൽ കണ്ട പോലെ തന്നെ. അപ്പോൾ സിഗ്മ y ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടുക നോക്കുക. അത് ഈ ഒരു y മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സിഗ്മ y കിട്ടും. സിഗ്മ y എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ എത്രയാണ്? 170 എന്ന് ഉത്തരം കിട്ടും.
പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ y മൊത്തം ടോട്ടൽ ഇതാണ് 170 എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുക. 170 ഡിവൈഡഡ് ബൈ 10, 10 എണ്ണമല്ലേ മൊത്തം ഉള്ളത്. അപ്പോൾ 170 ഡിവൈഡ് ബൈ 10 എത്ര? 17. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്ര? 12 മൈനസ് 17 ഈക്വൽ ടു 12 മൈനസ് 17 മൈനസ് 5. അടുത്തത് 13 മൈനസ് 17 ഈക്വൽ ടു മൈനസ് 4. അടുത്തത് 24 മൈനസ് 17 ഈക്വൽ ടു 7. അങ്ങനെ അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ചെയ്യാം. 7 മൈനസ് 1 മൈനസ് 2 മൈനസ് 3 4 0 2 2. നമുക്ക് ഓരോ ഇത് മൊത്തം നേരത്തെ ചെയ്ത പോലത്തെ എക്സ് മൈനസ് എക്സ് ബാർ വെച്ചിട്ട് വൈ മൈനസ് വൈ ബാർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആൻസർ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നേരത്തെ വൈ സ്ക്വയർ കണ്ട എക്സ് സ്ക്വയർ കണ്ട പോലെക്ക് ഇവിടെ വൈ സ്ക്വയർ കാണാം. അങ്ങനെ 5ൻ്റെ സ്ക്വയർ 5 5 25, 4ൻ്റെ സ്ക്വയർ 16. അടുത്തത് 7ൻ്റെ സ്ക്വയർ 49, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 0ൻ്റെ സ്ക്വയർ 0 തന്നെ, 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ആൻസർ കിട്ടും. ഇനി അടുത്തത് ടേബിളാണ് XY എന്നാണ്. ടേബിളിൻ്റെ പേര് XY എന്നാണ്. അപ്പോൾ XY കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? XY കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് X കണ്ടിട്ടുണ്ട് ഇവിടെ, അതുപോലെ തന്നെ Y ഇവിടെ കണ്ടിട്ട് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. എങ്ങനെ ഇൻറ്റു ചെയ്യുക? 6 ഇൻറ്റു മൈനസ് 5. 6 5 എത്ര? 6 5 30. ചിഹ്നം ഏതായിട്ട് കൊടുക്കുക? ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് 5 ആണ്. അപ്പോൾ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ചിഹ്നം മൈനസ് ആണ്. ഓക്കെ, ആദ്യം അത് നോക്കിയത് വെക്കുക. മൈനസ് ഇൻറ്റു മൈനസ് വരികയാണെങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കും. മൈനസും ഇൻറ്റു പ്ലസ് ആണ് വരുന്നെങ്കിൽ മൈനസ്. അതുപോലെ തന്നെ മൈനസ് ഇൻറ്റു പ്ലസ് ഇൻറ്റു മൈനസ് ആണ് വരുന്നെങ്കിലും മൈനസ്. അത് ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 8ാം ക്ലാസ് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതെല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ പറയാമെന്ന് മാത്രം. ഓക്കെ, ഇനി പ്ലസും സാധാരണ പ്ലസും വരികയാണെങ്കിൽ പ്ലസ് തന്നെ, അതിൽ മാറ്റമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്തു? മൈനസ് 30 കിട്ടി. ഇനി അടുത്ത് നോക്കുക. അടുത്തത് എങ്ങനെ? മൈനസ് 7 ഇൻറ്റു മൈനസ് 4 എത്ര? 28 എന്ന് ഉത്തരം കിട്ടും. ചിഹ്നം തൊട്ട് കൊടുക്കുക. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. മൈനസും വന്നാൽ മൈനസും വന്നാൽ പ്ലസ്. ഓക്കെ, അടുത്തത് 1 ഇൻറ്റു 7. അടുത്ത തന്നെ മൈനസ് 2 മൈനസ് 1 മൈനസ് 1. അപ്പോൾ 2 ചിഹ്നം പ്ലസ്. ഇനി അടുത്തത് മൈനസ് 4 മൈനസ് 2. അപ്പോൾ 4 8. 8ൻ്റെ കൂടെ ചിഹ്നം പ്ലസ്. കാരണം എന്താ? മൈനസും വന്നാൽ പ്ലസ്. അടുത്തത് നമുക്ക് ചെയ്ത് നോക്കുക. അടുത്ത മൈനസ് 15 എന്നുണ്ടാവും. ഇനി മൈനസ് 24 എന്നുണ്ടാവും. അടുത്തത് 24 0 20 0 എന്ന ഉത്തരം അവസാനം വരെ കിട്ടും. ഇപ്പം നമ്മൾ ടേബിൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ടേബിളിൽ ക്വസ്റ്റ്യനിൽ മാത്രം എക്സും വൈയും മാത്രമേ തന്നിരുന്നുള്ളൂ. എന്നാൽ എക്സ് കണ്ടു, എക്സ് സ്ക്വയർ കണ്ടു, വൈ കണ്ടു, വൈ സ്ക്വയർ കണ്ടു, എക്സ് വൈ കണ്ടു. അത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ത് ചെയ്യുക? നമ്മളിനി ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ, അഥവാ കാൾപ്പിക്കേഷൻ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ കാണുന്നതിൻ്റെ ഇക്വേഷനാണ് R ഈക്വൽ ടു R. സ്മോൾ ലെറ്റർ R സൂചിപ്പിക്കുന്നത് കാൾപ്പിക്കേഷൻ കോഎഫിഷ്യൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, സ്മോൾ ലെറ്റർ R. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ
സിഗ്മ വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. ഈ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കാൽക്കുലേഷൻ കോഫിഷ്യന്റ് കോറിലേഷൻ കാണുന്നത്. നമുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആർ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ. ഈ തന്നിട്ടുള്ളതിൽ ഏത് ഇക്വേഷനാണ് അതവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? എക്സ് മൈനസ് എക്സ് ബാർ തന്നിട്ടുണ്ട്, പക്ഷേ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഒരൊറ്റ ജുംലയാണ്, ഒരൊറ്റ ഭാഗമാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുക, എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ, എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ. കണ്ടല്ലോ, ആ തന്നിട്ടുള്ളതാണ് ഈ തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു സിഗ്മ വന്നിട്ടുണ്ട് എന്ന് മാത്രം. അതന്നല്ലേ ഇതാ എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ, ഇതിൻ്റെ കൂടെ സിഗ്മ വന്നിട്ടുണ്ട്. ഇത് മൊത്തം സിഗ്മ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ടോട്ടൽ ഇതാണ്, അഥവാ എക്സ് വൈൻ്റെ ടോട്ടലാണ് ഈ മുകളിലുള്ള ഈ ഒരു ഭാഗം മാത്രം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൊത്തം ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് മൈനസ് എത്ര ഉണ്ട്? മൈനസ് 69 എന്ന് വരും, പ്ലസ് 65 എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എല്ലാ ചെറിയ കാൽക്കുലേറ്ററിലൊക്കെ ആണെങ്കിൽ ആദ്യം പ്ലസ്സുകൾ ഏതൊക്കെയാണ് നോക്കുക. പ്ലസ്സുകൾ ഏതൊക്കെ? 28 ഉണ്ട്, 7 ഉണ്ട്, അതുപോലെ തന്നെ 2 ഉണ്ട്, 8 ഉണ്ട്, 20 ഉണ്ട്. ഇതാണ് പ്ലസ്സുകൾ. ആ പ്ലസ്സുകൾ മൊത്തം കൂട്ടിയതാണ് 65. മൈനസ് ഏതൊക്കെ? 30 ഉണ്ട്, 15 ഉണ്ട്, 24 ഉണ്ട്. ഇത് മൊത്തം കൂട്ടിയതാണ് 69. ആ പ്ലസ്സും മൈനസും വന്നു കഴിഞ്ഞാൽ അഥവാ എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. വലുതിൽ നിന്ന് മൈനസ് ചെയ്ത് 69 നിന്ന് 65 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് ഉത്തരം കിട്ടും. 4 കൂടെ ഏത് ചിഹ്നം ഇട്ട് കൊടുക്കുക? വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കാൽക്കുലേറ്റർ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -4 എന്ന് കിട്ടും. -4. ഇത് -4 എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് വൈ ആണ് -4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം കിട്ടി -4 എന്ന് ഉത്തരം കിട്ടി. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? 276. അഥവാ സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൽ ടു 276. അപ്പോൾ 276 ഇവിടെ കിട്ടി. 276 ഇൻറ്റു ഇടാനുള്ള കാരണം എന്താ? ഇവിടെ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്നുണ്ട്. 2 ലെറ്ററുകളായതുകൊണ്ടാണ് ഇത് അവിടെ സിഗ്മ ഇൻറ്റുവിന് പകരം 2 കൂടി എന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ ഇടാനുള്ള കാരണം. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇൻറ്റു ഇട്ടു. അടുത്തത് സിഗ്മ വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ, വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ ഇതല്ലേ? വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ കൂടെ സിഗ്മ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ എന്താ? സിഗ്മ വൈ സ്ക്വയർ ഈക്വൽ ടു 128. 128. അപ്പോൾ 128. ഓക്കെ ആണല്ലോ. അടുത്തത് ചെറുതാക്കുക. ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ 276 ഇൻറ്റു റൂട്ട് ഓഫ് 276 ഇൻറ്റു 128, 35,328. 35,328 എന്ന് കിട്ടും. അടിയിലേക്ക് ഒന്നുകൂടി ചെറുതാക്കുക. -4 ഡിവൈഡഡ് ബൈ, ഇനി എന്ത് ചെയ്യുക? ചില കാൽക്കുലേറ്ററിൽ റൂട്ടിൻ്റെ ചിഹ്നം അടിച്ചിട്ട് ഈ നമ്പർ അതോ 35,328 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ റൂട്ട് കിട്ടും. ചില കാൽക്കുലേറ്റർ എന്ത് ചെയ്യും? 35,328 എന്ന് അടിച്ചിട്ട് റൂട്ടിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ സെയിം തന്നെ. കാൽക്കുലേറ്ററുകൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 35,328ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 187.9. ഓക്കെ, അപ്പോൾ -4 ഡിവൈഡ് ബൈ 187.9 ഈക്വൽ ടു എത്ര കിട്ടും? -0.02 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ബന്ധം എന്താണ്? 0.202 എന്നാണ്. -0.02 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇത് ഏത് കോറിലേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് വരികയാണെങ്കിൽ, മൈനസ് വരികയാണെങ്കിൽ, 0 വരികയാണെങ്കിൽ, ഇത് 0.0 കൂടുതൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ ഇതെന്താണ്? നെഗറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് നെഗറ്റീവ് കോറിലേഷൻ വന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് കാൾപ്പിക്കേഷൻ കോഎഫിഷ്യന്റ് കോറിലേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം നമ്മൾ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആൻസർ കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കി നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.